ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നൊരു ഡെസ്ക് ഓർഗനൈസർ ഉണ്ടാക്കിയാലോ? നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നമ്മൾ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് അപ്പോൾ അതിൻ്റെ മോഡൽ വരുന്നത്. വളരെ സിമ്പിളാണ് ഇതുണ്ടാക്കാൻ. അപ്പോൾ ഇതേപോലെ ഒരേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ എൻ്റെ ടേബിളിന് സൈസാക്കിയാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഒരു സെയിം അളവിന് രണ്ടെണ്ണം വെട്ടിയത്. ഇനി അതിൻ്റെ കുറച്ചും കൂടെ ചെറുതാക്കി വേറെ രണ്ടെണ്ണം ആ സെയിം അളവിന് തന്നെ വെട്ടിയെടുക്കുക, കുറച്ച് ചെറുതാക്കിയിട്ട്. അങ്ങനെ അതും ഒരേപോലത്തെ അളവിൽ രണ്ടെണ്ണം വെട്ടിയെടുത്തു. അപ്പോൾ ഏകദേശം ഇതേപോലെ വരും. ഇനി അടുത്ത് അതിൻ്റെ കുറച്ചും കൂടെ ചെറുത് വെട്ടിയെടുക്കുക. ഇതേപോലെ കിട്ടും. ഇവിടെയും കൂടെ ഒന്ന് വയ്ക്കണം. ഇനി അടുത്ത് ഇവിടെ വയ്ക്കാനുള്ള കറക്റ്റ് മെഷർമെൻ്റ് എടുക്കാം, എന്നിട്ടത് വെട്ടിയെടുക്കാം. ഞാൻ ഇതേപോലെ വേറൊരു ഇത് വെച്ച് മെഷർമെൻ്റ് എടുക്കുകയാണ്. നമുക്കതിനെ വെട്ടിയെടുക്കാം. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും വീതി ഒരേപോലെ തന്നെയാണ്. ഞാനിതും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫെവിക്വിക്ക് വെച്ചാണ് ഒട്ടിച്ചത്. ഇതാകുമ്പോൾ നല്ല പോലെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടേബിളിൽ വയ്ക്കാൻ പറ്റിയ സ്റ്റാൻഡാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടേബിൾ ഓർഗനൈസർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.